പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഓണം വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ഓണത്തെ വരവേൽക്കുവാൻ നാം എല്ലാവരും സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. എങ്കിലും ഈ ഓണക്കാലത്ത് വിഷമത്തിൽ കഴിയുന്ന ആളുകൾ ഉണ്ടാകും എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. അവരുടെ വേദനകൾ നമ്മുടെ വേദനകളായി കരുതുവാൻ നമുക്ക് കഴിയണം എന്നുള്ള ആമുഖത്തോടുകൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ നടന്ന ഒരു സംഭവം പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. മാവേലിക്കര ബുദ്ധ ജംഗ്ഷനിൽ 2 വിദ്യാർത്ഥികൾ എത്തുന്നു. അവർ എന്തിൻ്റെയൊക്കെയോ ലഹരിയിലാണ്. ഇരുവരും തമ്മിൽ വഴക്കുകൂടുന്നു, അടിപിടി ഉണ്ടാകുന്നു. അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ ഇവരെ അങ്ങനെ കലഹിക്കുന്നതിൽ നിന്നും വേർതിരിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഇവർ പൂർവാധികം ശക്തിയോടെ ഭയങ്കരമായി വഴക്കിടുന്നു. ഇവരുടെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. കലഹിക്കുന്നു. ഓണാഘോഷം കഴിഞ്ഞെത്തിയതാണെന്നും മനസ്സിലാകും വേഷം കണ്ടാൽ. ദേഷ്യം സഹിക്കവയ്യാതെ അക്കൂട്ടത്തിലെ ഒരു വിദ്യാർത്ഥി ചെയ്തത് സമീപത്തിരുന്ന സ്കൂട്ടറിൽ നിന്നും ഹെൽമെറ്റ് എടുത്തിട്ട് തൊട്ടടുത്ത് കിടന്ന ഒരു ആംബുലൻസിൻ്റെ ചില്ല് തല്ലി തകർക്കുകയാണ് ചെയ്തത്. ഓണം ലഹരിയുടേതായി മാറരുത്. ലഹരിക്ക് അടിമപ്പെടുന്ന ജീവിതം ഒരുപക്ഷെ ഈ നാടിനെ തന്നെ നശിപ്പിക്കുന്നതായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഓണക്കാലം ലഹരിമുക്തമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ലഹരിയോട് നമുക്ക് വിട പറയാം. നമ്മുടെ സമൂഹത്തിലെ വളർന്നു വരുന്ന പുതിയ തലമുറ പലപ്പോഴും ലഹരിയുടെ വഴിയിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളത് വേദനാജനകമാണ്. ഇവരെ ഇതിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിലെ ഓരോ അംഗങ്ങൾക്കുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, ഈ ഓണക്കാലം 2025 ഓണം ലഹരിമുക്ത ഓണമായി ആഘോഷിക്കാമെന്ന് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നന്ദി, നമസ്കാരം.